ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സർവകൃപാലുവായ ദൈവം ഒരു പ്രാവശ്യം കൂടെ തിരുവചനവുമായി നിൽപ്പാൻ എനിക്ക് കൃപ നൽകി. അതിന് ദൈവത്തിന് കൃത്യമായിട്ട് നന്ദി പറയുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് പിന്നെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ നിങ്ങളെല്ലാവരുടെയും കൂടെ ഇരിക്കുമാറാകട്ടെ. ജീവിതത്തിൽ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമൊക്കെ നമുക്ക് എല്ലാവർക്കുമുണ്ട്. എന്നാൽ അത് പലപ്പോഴും നമുക്ക് സ്വയം പരിഹരിക്കുവാൻ കഴിയാത്ത വിധത്തിലുള്ളതാണെന്ന് നമുക്കറിയാം. പല സന്ദർഭങ്ങളിലും നമ്മുടെ ഹൃദയം ചിന്തകളാൽ നിറഞ്ഞ് വേദനിക്കാറുണ്ട്. എന്നെ ഒന്ന് സഹായിക്കാൻ ആരുമില്ലല്ലോ, എൻ്റെ കൂടെ വരുവാൻ ആരുമില്ലല്ലോ, ഈ പ്രതിസന്ധിയിൽ എനിക്ക് വേണ്ടി ഒരു വാക്ക് പറയുവാൻ ആരുമില്ലല്ലോ എന്നൊക്കെ പലപ്പോഴും നമുക്ക് തോന്നിയേക്കാം. എന്നാൽ 27-ാം സങ്കീർത്തനത്തിൻ്റെ അവസാനത്തെ വാക്യത്തിൽ ദാവീദ് പറയുന്നു, ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിൻ്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ, അതെ, യഹോവയിൽ പ്രത്യാശ വയ്ക്കുക. നമുക്ക് ആകെ കൂടെ ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം ദൈവവിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ അത്ഭുത കരങ്ങളുടെ പ്രവർത്തികൾക്ക് വേണ്ടി നമ്മെ സമ്പൂർണ്ണമായിട്ട് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ദാവീദ് 8 മക്കളുള്ള ഒരു കുടുംബത്തിലാണ് ജനിച്ചു വളർത്തപ്പെട്ടത്. ഇശായിയുടെ 8-ാമത്തെ മകനായി ദാവീദ് ജനിച്ചു. ആ വീട്ടിലെ ഏറ്റവും ഓമന മകനാണ്, ഏറ്റവും ഇളയ കുഞ്ഞാണ്. പക്ഷേ ഈ 27-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറഞ്ഞിരിക്കുന്ന ഒരു വാക്യം നാം കാണാതെ പോകരുത്. അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ, എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവ എന്നെ ചേർത്ത് പിടിച്ചു. സ്തോത്രം. ഇത്ര ചെറിയ പ്രായത്തിൽ തന്നെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് പറയണമെങ്കിൽ അതിന് തക്കതായ കാരണം ഉണ്ടായിരിക്കും. തനിക്ക് ആവശ്യമായ സ്നേഹവും വാത്സല്യവും ഒന്നും ആ ഭവനത്തിൽ നിന്ന് ലഭിച്ചിരുന്നില്ല, മാതാപിതാക്കളിൽ ലഭിച്ചിരുന്നില്ല എന്നുള്ളതാണ് അവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. മാത്രവുമല്ല, അപ്പൻ്റെ ആടുകളെ മേയിക്കേണ്ട ജോലിയിലേക്ക് ദാവീദിനെ ഇശായി തിരിച്ചു വിട്ടുവെന്ന് ദാവീദിൻ്റെ ജീവിത പശ്ചാത്തലം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. മൂത്തവർ 7 പേരുണ്ടായിട്ടും എന്തുകൊണ്ട് ഈ കൊച്ചു കുഞ്ഞിനെ മാത്രം അങ്ങനെ ഒരു ജോലിക്ക് വേണ്ടി അപ്പൻ തിരഞ്ഞെടുത്തു? അല്ലെങ്കിൽ ആടുകളുടെ കൂടെ ഒരാട്ടിടയനായിട്ട് എന്തുകൊണ്ട് ഈ കുഞ്ഞിനെ അയച്ചു എന്ന് നാം ചിന്തിക്കേണ്ടി വരും. ഭവനത്തിൽ നിന്നും വാത്സല്യം ലഭിക്കേണ്ടതും സ്നേഹം ലഭിക്കേണ്ടതും ഏറ്റവും ലാടനകൾ ലഭിക്കേണ്ടതും ഏറ്റവും ഇളയ കുഞ്ഞിനാണ്. മൂത്തവർ പ്രായമായതുകൊണ്ട് അവർ കുറച്ചുകൂടെ പ്രാപ്തിയുള്ളവരാണ്. സ്തോത്രം. എന്നാൽ അതിൽ വ്യത്യസ്തമായ അനുഭവമാണ് ദാവീദിൻ്റെ ജീവിതത്തിൽ ഉണ്ടായത്. അതുകൊണ്ട് ദാവീദിനൊരു ഗുണമുണ്ടായി. തൻ്റെ ഏകാന്തതയിൽ മരുഭൂമിയിലായാലും മേച്ചിൽപ്പുറങ്ങളിലായാലും ആടുകളെയും കൊണ്ട് പോകുമ്പോൾ ദൈവത്തോട് താൻ പ്രാർത്ഥിക്കുകയും ദൈവത്തോട് ഏറ്റവും അടുക്കുകയും ചെയ്തു എന്നുള്ളത്
വലിയ സന്തോഷം തരുന്ന ഒരു വസ്തുതയാണ്. ഏകാന്തതയിൽ നാം ഓരോരുത്തരും ദൈവത്തോട് കൂടുതൽ അടുക്കുവാൻ ഇടയായിത്തീരും. വേറെ ആരും തുണയില്ലാത്ത സന്ദർഭത്തിൽ ഇതാ അവിടെ വലിയ മൃഗങ്ങളുണ്ട്. ആ മൃഗങ്ങൾ പലപ്പോഴും കടന്നു വന്ന് ആടിനെ പിടിക്കുവാൻ വന്നിട്ടുണ്ട്. കരടി വന്നിട്ടുണ്ട്, സിംഹം വന്നിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ എല്ലാം നടുവിൽ, ആ ക്രൂര മൃഗങ്ങളുടെ നടുവിൽ ദാവീദിനെ കാത്തുപരിപാലിച്ച ഒരു ദൈവം, ആടുകളെ കാത്തതിനൊപ്പം തന്നെ ദാവീദിനെ ദൈവം കാത്തുപരിപാലിച്ചു. ഇതാ ദാവീദിനെ ദൈവം തൻ്റെ ബലമുള്ള ശക്തിയാൽ നിറച്ചു, തൻ്റെ കൃപയാൽ നിറച്ചു, ആവശ്യമായ അഭിഷേകം നൽകി. ബാല്യകാലത്തിൽ തന്നെ ആ വീട്ടിലെ മറ്റാർക്കും ലഭിക്കാത്തൊരു വലിയ ഭാഗ്യം ദാവീദിന് ലഭിക്കുവാനിടയായിത്തീർന്നു. അതുകൊണ്ടാണ് ദാവീദ് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനെന്ന് ദൈവം തന്നെ സാക്ഷ്യം പറഞ്ഞത്. സ്തോത്രം. ചെറുപ്പത്തിലെ തന്നെ ദൈവത്തോടടുക്കുവാൻ ദാവീദിന് ഇടയായി. സ്തോത്രം. അത് തൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരുവാനിടയായി. അഭിഷേക തൈലം വീണത് വീട്ടിലെ മറ്റുള്ള 7 പേരുടെയും മേലല്ല. അപ്പനും അമ്മയും ഉപേക്ഷിച്ച, സഹോദരങ്ങൾ ഒരു വിലയും കൊടുക്കാതിരുന്ന ദാവീദിൻ്റെ മുകളിലാണ് ദൈവത്തിൻ്റെ അഭിഷേകം വർഷിക്കുവാനിടയായിത്തീർന്നത്. അപ്പനും അമ്മയും ഉപേക്ഷിച്ചാലും മറ്റാരും നമ്മളെ കരുതിയില്ലെങ്കിലും ദൈവത്തിൻ്റെ കൃപ ആമേൻ നമ്മെ വഴി നടത്തും. ദൈവം നമ്മോട് കൂടെയുണ്ട്. അതുകൊണ്ട് യഹോവയിൽ പ്രത്യാശ വയ്ക്കുക. ഒരു വിഷയത്തിന് വേണ്ടിയും ഭാരപ്പെടേണ്ട ആവശ്യമില്ല. ദൈവത്തോട് ചേർന്നിരുന്നാൽ ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ മേൽ വ്യാപരിക്കുകയും നമ്മുടെ ചിന്തകളിൽ നിന്ന് നമുക്ക് നിരാശയുടെ അനുഭവത്തിൽ നിന്ന് പ്രത്യാശയിലേക്ക് ദൈവം വഴിമാറ്റുകയും ചെയ്യും. നമ്മുടെ ഏകാന്തതയിൽ ദൈവത്തിൻ്റെ കൃപയും സാന്നിധ്യവും നമ്മോട് കൂടെ ഉണ്ടാകും. അവൻ നമ്മെ മറ്റുള്ളവരെക്കാൾ, നമ്മളെ തള്ളിക്കളയുന്നവരുടെ നടുവിൽ, നമ്മളെ ഉപേക്ഷിക്കുന്നവരുടെ നടുവിൽ, നമ്മളെ ഒറ്റപ്പെടുത്തുന്നവരുടെ നടുവിൽ ഉന്നതമായ നിലയിൽ ദൈവം മാനിക്കും. അത് ദാവീദിൻ്റെ ജീവിതത്തിൻ്റെ അനുഭവമായി നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, യാതൊരു കാരണവശാലും ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, അങ്ങനെയുള്ളവർ സന്ദേശം കേൾക്കുന്നുവെങ്കിൽ കൂടുതൽ ധൈര്യപ്പെടുക. യഹോവയിൽ പ്രത്യാശ വയ്ക്കുക, ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. അതെ, നിശ്ചയമായും ആ ദൈവം ഹല്ലേലൂയ തൻ്റെ കൃപാകടാക്ഷങ്ങളാൽ അങ്ങനെയുള്ള പ്രിയപ്പെട്ടവരെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യും. അതെ, നമ്മുടെ ഹൃദയം ഉറപ്പിച്ച് ദൈവസന്നിധിയിലേക്ക് അടുത്തു ചെല്ലാം. ഈ വചനങ്ങളാൽ ദൈവം പ്രിയപ്പെട്ടവരെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരിസ്മ പ്രയർ മിനിസ്ട്രിയുടെ എല്ലാ പ്രാർത്ഥനയും നിങ്ങളുടെ ഒപ്പമുണ്ട്. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.